വളരെ ജനകീയമായിരുന്നു. എല്ലാ കേന്ദ്രങ്ങളിലും ധാരാളം ആൾക്കാർ വരുന്നു. അതുപോലെ കടകളിലോ സ്ട്രീറ്റിലോ ഒക്കെ പോകുമ്പോൾ വളരെ അധികം ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കും. ശരിക്കും ഒരു ജനകീയ തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തന്നെ എതിരുള്ളവരുണ്ട്, മറ്റൊന്നിച്ച് നിൽക്കുന്നവരുണ്ട്. അവരെല്ലാവരുമായിട്ട് സംവദിക്കാൻ കഴിയും. വാസ്തവത്തിൽ ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയ എന്ന രീതിയിൽ തോന്നി. ആ രീതിയിൽ ഒരു അക്കാഡമിക്സ് വേണ്ടി തോന്നി. ജനാധിപത്യ വിരുദ്ധമായ ഒന്നും ഒരു ജനാധിപത്യ പ്രക്രിയയിൽ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ്. കാരണം ഇത് 5 വർഷം കൂടുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയാണ്. ഈ ജനാധിപത്യ വിദ്യാഭ്യാസ പ്രക്രിയയിലാണ് ജനാധിപത്യ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. കക്ഷി രാഷ്ട്രീയവും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവണം. ആ വൈവിധ്യമാണ് ജനാധിപത്യത്തിന് അടിത്തറ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വൈവിധ്യത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യുമ്പോൾ അത് നിലനിർത്താനാണ് ശ്രമിക്കുന്നത്. ആ വൈവിധ്യം നിലനിർത്താൻ, അതിൻ്റെ പരസ്പരമുള്ള ചർച്ചകൾ നിലനിർത്താൻ. അതല്ലാതെ ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുന്നതൊക്കെ ജനാധിപത്യത്തിനെതിരാണ്, ജനങ്ങൾക്കെതിരാണ്. ജനങ്ങളത് സഹിക്കില്ല എന്നാണ് എനിക്ക്. കാരണം ജനാധിപത്യ വിശ്വാസികളാണ്. തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായി ചെയ്യുന്നതൊന്നും ജനങ്ങൾ അംഗീകരിക്കില്ല.